പത്തനംതിട്ട അരയാഞ്ഞിലിമൺ കോസ്വേ വെള്ളത്തിൽ മുങ്ങിയതോടെ ഒറ്റപ്പെട്ട് 400ഓളം കുടുംബങ്ങൾ. പമ്പാ നദിക്കക്കരെയുള്ള കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. നദിക്ക് കുറുകെ പാലം നിർമ്മിക്കുമെന്ന് കഴിഞ്ഞ വർഷം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപ്പാക്കാത്തതാണ് പ്രതിസന്ധിയായത്. പ്രവീൺ പുരുഷോത്തമൻ നൽകും കൂടുതൽ വിവരങ്ങൾ. പ്രവീൺ, അരയാഞ്ഞിലിമൺ ഗ്രാമം കഴിഞ്ഞ വർഷം വലിയ വെള്ളത്തിൽ പെട്ടുപോയപ്പോൾ കൊടുത്ത ഉറപ്പാണ്. അത് വീണ്ടും വെള്ളം എത്തുമ്പോഴും നടപ്പാക്കാതെ വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. സുജിയ, പത്തനംതിട്ട അരയാഞ്ഞിലിമൺ സ്വദേശികളുടെ ഒരു ദുരവസ്ഥ എന്ന് തന്നെ പറയാം. ഓരോ വർഷവും പമ്പാ നദിയിൽ വെള്ളം പൊങ്ങുമ്പോൾ 300ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് അരയാഞ്ഞിലിമൺ കോസ്വേ. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിലാണ് അരയാഞ്ഞിലിമൺ കോസ്വേ മുങ്ങിപ്പോയത്. ഇപ്പോൾ അക്കരെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് പക്ഷേ ഇങ്ങോട്ടേക്ക് നദിയുടെ മറുവശത്തേക്ക് വരുന്നത് അല്പം റിസ്ക് ആണെങ്കിലും ആ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ചിലരൊക്കെ നടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം സർക്കാർ ഈ മേഖലയിൽ പമ്പാ നദിക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ ഒരു വാക്ക് അത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. ഇപ്പോഴും അരയാഞ്ഞിലിമൺ നിവാസികളുടെ ആ ഒരു സ്വപ്നം അത് സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ്. ഇപ്പോൾ നല്ല ഒഴുക്കുമുണ്ട് ഈ ഭാഗത്ത്. തടികളൊക്കെ ഇവിടെ ഒഴുക്കിൽ വന്ന് ഇപ്പോഴുള്ള ഈ കോസ്വേയുടെ ഭാഗത്ത് കൂടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ 100 കണക്കിന് വലിയ തടികൾ ഓരോ വർഷവും കാലവർഷത്തിൽ ഇങ്ങനെ ഈ നദിയിലൂടെ ഒഴുകി വരാറുണ്ട്. എല്ലാ വർഷവും സമാന രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ കോസ്വേയിൽ വെള്ളം ഉയരുന്നത്. ഇപ്പോൾ ഈ അരയാഞ്ഞിലിമൺ സ്വദേശിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മുണ്ടക്കയത്ത് ജോലി ചെയ്തതിന് ശേഷം രാത്രി വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വെള്ളം കയറിയത് അറിഞ്ഞത്. അദ്ദേഹത്തിന് മറുകരയിലേക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാ കൊല്ലം ഇതുപോലൊക്കെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ജോലിയും കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേനും പാലം മുങ്ങി കിടക്കും. പിന്നെ ഒന്നെങ്കിൽ മണിക്കൂറുകൾ കഴിഞ്ഞ് ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് പോകാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആരുടെയും വീട്ടിൽ കിടന്നിട്ട് പിറ്റേ ദിവസം ഇറങ്ങി 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വെള്ളം ഇറങ്ങി പോകുന്നത്. ഇപ്പോൾ ഇത് പെയ്ത്ത് വെള്ളമാണ്. ഇനി പുല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലും കൂടി കൈവരിയെല്ലാം മൂടി നല്ല രീതിയിൽ വെള്ളം വരും. അപ്പോൾ ഈ കൈവരിയെല്ലാം ഇടിച്ച് കളയും. അപ്പോൾ ഈ പാലം ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജനകീയ പാലം ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ജനകീയ പാലം ഇവിടെ നമ്മൾ ജനങ്ങൾ 29 ലക്ഷം രൂപ മുടക്കി പണിയാനായിട്ട് തീരുമാനിച്ചു. 9 ലക്ഷം രൂപ മുടക്കി പണി തുടങ്ങിയിട്ട് ഇപ്പം സർക്കാർ വന്ന് പറഞ്ഞു ഇത് അവർ പണിതോളാന്ന് പറഞ്ഞ് സ്റ്റേ കൊടുത്ത് പണി നടത്തിയതാണ്. പിന്നെ അങ്ങോട്ട് അനക്കമൊന്നുമില്ല. സുജിയ, സർക്കാർ ഓരോ വർഷവും ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തും. അതായത് അരയാഞ്ഞിലിമണ്ണിൽ ഒരു പാലം നിർമ്മിക്കാം എന്നുള്ളത്. പക്ഷേ ജനങ്ങൾ ആ വാഗ്ദാനം കേട്ട് മടുത്തതോടെ അവർ തന്നെ പണപ്പിരി വിട്ട് ഈ കോസ്വേയുടെ കുറച്ച് താഴെ പമ്പാ നദിക്ക് കുറുകെ ഒരു താൽക്കാലിക പാലം ഉയരത്തിൽ നിർമ്മിക്കാനൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് പിന്നീട് ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ സർക്കാർ ഇടപെടുകയും അങ്ങനെ ജനങ്ങളുടെ റിസ്കിൽ ഒരു പാലം ഇവിടെ വേണ്ട, സർക്കാർ തന്നെ പാലം പണിതു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ നിർമ്മാണം മുടക്കുകയും ചെയ്തു. പക്ഷേ സർക്കാർ പറഞ്ഞ പാലം ഇപ്പോഴും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അക്കരെയുള്ള 350ഓളം കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണ്. ഇനി പൂർണ്ണമായും ഈ കോസ്വേയിൽ നിന്നും വെള്ളം ഇറങ്ങിയ ശേഷം മാത്രമേ അരയാഞ്ഞിലിമൺ നിവാസികൾക്ക് മറുകരയിലേക്ക് വരാൻ കഴിയൂ. അരയാഞ്ഞിലിമൺ എന്നുള്ളത് പത്തനംതിട്ടയിലെ പെരുന്നാട് ഗ്രാമപഞ്ചായത്തും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മറുകര എന്നുള്ളത് വെച്ചുച്ചിറ ഗ്രാമപഞ്ചായത്തുമാണ്. അങ്ങനെ 2 ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു കോസ്വേ ഇവിടെയുള്ളത്. ഈ കോസ്വേ എന്ന് പറയുമ്പോൾ ഇത് പാലമല്ല, അതായത് ഈ പമ്പാ നദിക്ക് സമാന്തരമായി തന്നെ ഒരു കാൽനട പാത എന്ന് തന്നെ പറയാം. അത് ചെറിയ രീതിയിൽ പമ്പാ നദിയിൽ വെള്ളം ഉയർന്നാലും ഈ കോസ്വേ മുങ്ങും എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ഒരു പാലം തന്നെ ഈ ഭാഗത്ത് വേണമെന്ന് പറയുന്നത്. മറുകരയിൽ പോയി ഇപ്പോൾ പ്രവീൺ നിൽക്കുന്ന ഇടത്തു നിന്ന് മറുകരയിലേക്ക് പോകുമ്പോൾ അവിടെ താമസിക്കുന്നത് ആ പ്രദേശത്തെക്കുറിച്ച് അറിയാത്ത പ്രേക്ഷകരുടെ അറിവിലേക്കായി അവിടെ 500ഓളം കുടുംബങ്ങളുണ്ട്. അവിടെ കാട്ടിൽ നിന്നിറങ്ങി പുലി വരുന്ന പേടിയുണ്ട്. വെള്ളം വന്നാൽ മറുകര കടക്കാൻ കഴിയാതെ അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന, ചികിത്സാ സൗകര്യത്തിന് പോലും ബുദ്ധിമുട്ടുന്ന, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന 500ഓളം കുടുംബങ്ങളുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ പ്രവീൺ നിൽക്കുന്നതിന്റെ മറുകരയിലുള്ളത്. അതുകൂടി ചേർക്കാം പ്രവീൺ. അതെ സുജിയ, ഇപ്പോൾ ഈ ദൃശ്യത്തിൽ നാം ഈ കാണുന്ന കോസ്വേക്ക് മറുവശം എന്നുള്ളത് ശബരിമല വനമേഖലയോട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. എപ്പോഴും കാട്ടാന ശല്യം വളരെ അധികമുള്ളൊരു സ്ഥലമാണ്. അവിടെ നിരന്തരം കാട്ടാനകൾ ഇറങ്ങുകയും
കൃഷികളൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ പമ്പാ നദിയുടെ മറുവശം, അതാ കാണുന്ന ദൃശ്യത്തിൽ കാണുന്നതിൻ്റെ അടുത്ത പ്രദേശങ്ങളൊക്കെ വനമേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം കൂടി ഈ നാട്ടുകാർ നേരിടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മറ്റ് മാർഗ്ഗങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് കാട്ടുപാതകൾ ഉണ്ടെങ്കിൽ പോലും ഈ കാട്ടാനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യം കാരണം അവർക്ക് വേറെ ഏതെങ്കിലും ഒരു വഴിയിൽ കൂടി പമ്പാ നദിയുടെ മറുകരയിലേക്ക് വരാൻ മാർഗമില്ല എന്നതിന് പറയാൻ. ഇതിന് സമീപത്തുള്ള മറ്റൊരു കോസ്വേയും ഇതേ സമാന രീതിയിൽ മുങ്ങിക്കിടക്കുകയാണ്. അവിടെയാണെങ്കിൽ പക്ഷേ പെരുന്തേനരുവി ജലവൈദ്യുതി പദ്ധതി വന്നതുകൊണ്ട് അതിൻ്റെ പമ്പാ നദിയുടെ മറുവശത്ത് കൂടി ചെറിയൊരു പാതയുണ്ട്. പക്ഷേ ആ പാതയും അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം സുജയ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പാതയാണ്. ആ പാതയിൽ കൂടി പമ്പാ നദിയിൽ വെള്ളം പൊങ്ങുമ്പോൾ ആ പാത ഉപയോഗിക്കാനും ജനങ്ങൾക്ക് ഭയമാണ്. കാരണം സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. പ്രത്യേകിച്ചും കാട്ടാനയൊക്കെ സ്ഥിരം ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് സമാന്തര പാതയുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയൊരു ദുരവസ്ഥ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ വെള്ളം കുറയുന്നത് കാത്തിരിക്കുക മാത്രമേ ഈ അരയാഞ്ഞിലിമൺ നിവാസികൾക്ക് സാധ്യമാകൂ. അവർ അതിനുവേണ്ടി ഏതായാലും കാത്തിരിപ്പ് തുടരുകയാണ്. പക്ഷേ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം എന്നുള്ളത് ഇവിടെ ഒരു പാലം പണിയണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കാത്തിരിക്കാൻ വയ്യ എന്നവർ പറയുന്നു. എല്ലാ വർഷവും നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം മൂലം പല സന്ദർഭങ്ങളിലും കാലം തെറ്റിയൊക്കെ മഴ പെയ്യാറുണ്ട്. ഈ മേഖലയിലുള്ള തുലാപ്പള്ളിയായാലും പെരുന്നാട് പഞ്ചായത്തിലെ മറ്റിടങ്ങളിലുള്ള ആളുകളായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പറയുമ്പോൾ അധികൃതർ അത് നടപടിയാക്കി കൊടുക്കാം എന്ന് പറയുന്നതല്ലാതെ ഇതാ നമ്മളിപ്പോൾ കാണുന്ന ഈ വെള്ളത്തിൽ ഇട്ട് വരച്ച ഒരു വര പോലെ അവിടുത്തെ പ്രഖ്യാപനങ്ങളൊക്കെ കിടക്കുകയാണ്.